അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. ഊപ്സിൻ്റെ കോൺസെപ്റ്റ് വരുന്ന ടൈമിൽ നമുക്ക് വേരിയബിൾസിന് പല ടൈപ്പുകൾ വരും. അപ്പോൾ അതിലെ മെയിൻ രണ്ട് ടൈപ്പുകളാണ് ഇൻസ്റ്റൻസ് വേരിയബിളും അതേപോലെ ക്ലാസ് വേരിയബിൾസും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കൂടെ വെച്ച് നോക്കാം. ഓക്കെ, ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് സെൽഫ് ഡോട്ട് റാം ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പാരാമീറ്റേഴ്സ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ നേരത്തെ സെൽഫ് കോമ പ്രോസസ്സർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ പാരാമീറ്റേഴ്സ് ആയിട്ടൊന്നും വരില്ല. ഞാൻ ഇതിനകത്ത് തന്നെയാണ് വേരിയബിളിനുള്ള വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ സെൽഫ് ഡോട്ട് പ്രോസസ്സർ ഈക്വൽ ടു ഞാനിവിടെ റൈസൺ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോസസ്സർ ഇവിടെ കൊടുത്തു, അതേപോലെ റാം ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബിജെ അല്ലെങ്കിൽ ഓ ഈക്വൽ ടു കമ്പ്യൂട്ടർ ഓഫ്. ഓക്കെ, ഇത്രയും മതി. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എറർ വല്ലതും ഉണ്ടോ നോക്കാം. ഓക്കെ, എറർ ഒന്നുമില്ല, റണ്ണായി. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റ് ഡോട്ട് ലെനോവോ ഡോട്ട് റാം ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്റ്റിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ആ ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ മെത്തേഡ്സിനും കിട്ടും. അതേപോലെ ഒബ്ജക്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കൺസ്ട്രക്റ്റിനകത്തുള്ള വേരിയബിൾസ് എല്ലാം നമുക്ക് കോൾ ചെയ്യാനും പറ്റും. ഓക്കെ, ഞാനിവിടെ അതേപോലെ ലെനോവോ ഡോട്ട് പ്രോസസ്സർ ഇത് രണ്ടൊന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റാം ഇവിടെ പ്രിൻ്റായി, പ്രോസസ്സറിൻ്റെ പേര് ഇവിടെ പ്രിൻ്റായി. അപ്പോൾ എനിക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറൊരു കമ്പ്യൂട്ടർ വരികയാണ്, ആ ടൈമിൽ ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ഒബ്ജക്റ്റ് ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ഞാൻ ഈ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എച്ച് പി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എച്ച് പി ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. താഴെ ഞാൻ പറയുകയാണ് എച്ച് പി ഡോട്ട് റാം ഈക്വൽ ടു 16. അതേപോലെ എച്ച് പി ഡോട്ട് പ്രോസസ്സർ ഈക്വൽ ടു ഇൻറ്റൽ i9 i7. ഓക്കെ, ഇനി ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് ഓഫ് എച്ച് പി ഡോട്ട് പ്രോസസ്സർ ആസ് വെൽ ആസ് എച്ച് പി ഡോട്ട് റാം. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതോടെ കൊടുത്തു. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യം പ്രിൻ്റ് ആയത് ലെനോവോ. നമ്മൾ ആദ്യം ലെനോവോ എന്നിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിന് റാമും പ്രോസസ്സറൊക്കെ നമ്മൾ ഓൾറെഡി സെൽഫ് ഡോട്ട് റാം ഈക്വൽ ടു സെൽഫ് ഡോട്ട് പ്രോസസ്സർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ പ്രിൻ്റായി. പിന്നെ എച്ച് പിക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, എച്ച് പി ഡോട്ട് റാം ഈക്വൽ ടു 16, എച്ച് പി ഡോട്ട് പ്രോസസ്സർ ഈക്വൽ ടു ഇൻറ്റൽ i7 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ രണ്ട് വാല്യൂസും മാറി നമ്മൾ ആ കൊടുത്തിട്ടുള്ള വാല്യൂസാണ് അവിടെ കയറിയത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വാല്യൂ മാറ്റിയെന്ന് കരുതിയിട്ട്
മറ്റേ ഒബ്ജക്റ്റിനെ അത് എഫക്റ്റ് ചെയ്തോളണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് ഞാൻ HP യുടെ താഴെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെനോവോന് ഡിഫോൾട്ടായിട്ടുള്ള 8GB റാമോ റൈസനാണ് വന്നത്. HP-ക്ക് Intel i7-ഉം അതേപോലെ 16GB റാമാണ് വന്നത്. ആ വാല്യൂസ് നമ്മൾ അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തത് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് അസൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഇനീറ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ വേരിയബിളാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ക്ലാസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലാസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ക്ലാസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിനകത്ത് തന്നെ ചെയ്യാം. ഇനീറ്റിനകത്തോ ഇനീറ്റിൻ്റെ താഴെ മേലെയോ ആയിട്ട് ഈ ക്ലാസ്സിൻ്റെ ഈ ഒരു സ്പേസിൽ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട, അതും ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലതുണ്ടാവുമല്ലോ. അങ്ങനത്തെ കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഡിസ്പ്ലേ 80px എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളിൻ്റെ സ്കോപ്പാണ് ക്ലാസ് വേരിയബിൾ സ്കോപ്പുകൾ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇനീറ്റിന് പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ക്ലാസ് വേരിയബിൾസ്. ഇനീറ്റിനകത്ത് ഒരു കൺസ്ട്രക്റ്റിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ യൂസും അതേപോലെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നോക്കാം. തൽക്കാലം ഇത് മാത്രം മനസ്സിലാക്കി വയ്ക്കാം.